ഓക്കെ ഗായ്സ്, ഓക്കെ എനിക്കിവിടെ ഇപ്പോൾ ഒരു കിടുക്കാച്ച് മിഷന് കണക്ക് കിട്ടിയേക്കാണ് കേട്ടാ. എന്താണ് മിഷൻ എന്ന് വെച്ചാലല്ലേ, നമ്മുടെ സിറ്റിയിൽ കണക്ക് ഒരു പുതിയൊരു ബില്യണയർ കണക്ക് വന്നേക്കാണ് കേട്ടാ. ആ ഒരു ബില്യണയറിൻ്റെ കണക്ക് ഒരു കിടുക്കാച്ച് കാറ് കണക്ക് എന്തായാലും ഉണ്ട് കേട്ടാ. നമ്മളാണെങ്കിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെന്തായാലും ഒരു RGB ലൈറ്റ് തന്നെ കാറ് കണക്ക് അടിച്ചു തരുന്നുണ്ട്. ഓക്കെ, ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ എന്തായാലും എന്തായാലും കാണാം ഗൈസ്. ഓക്കെ, RGB ലൈറ്റ് എത്തുന്ന കാർ. ഓക്കെ, ഇന്നിപ്പോൾ ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു അൾട്ടിമേറ്റ് സൂപ്പർ കാർ കണക്കാണ് കേട്ടോ നമ്മൾ അടിച്ചു മാറ്റാനായിട്ട് പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, അല്ലടാ ഷിൻചാനെ പിഞ്ചാനെ ഗ്രാനി ടൈഗറെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ മോനെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിനെ അത് പറഞ്ഞ ശരിയാണ്. നമ്മളിന്നൊരു അടിപൊളി അൾട്ടിമേറ്റ് കാറാണ് അടിച്ചു മാറ്റാൻ പോണം. ഇതിൽ പിന്നെ ഷിൻചാനെ പിഞ്ചാനല്ലേ നീ കൊണ്ടുപോവോ? ടൈഗറെ അത് നീ പറഞ്ഞ ശരിയാണ്. ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ, ഞാൻ പറഞ്ഞില്ല ഫ്രാങ്ക്ലിൻ മോനെ, എനിക്കും ഈ അടിയൊന്ന് കാണേ. ഗ്രാനിയും ടൈഗർ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ ഷിൻചാനും പിഞ്ചാനും പോയിട്ട് വരാം. എടാ ഷിൻചാനെ പിഞ്ചാനെ നിങ്ങൾ റെഡിയല്ലേ? ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞങ്ങളെപ്പോഴാണ് റെഡി, നമുക്ക് പോയിട്ട് അൾട്ടിമേറ്റ് കാറങ്ങ് അടിച്ചു പറ്റാം. ഷിൻചാനെ പിഞ്ചാനെ അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ സ്വിഫ്റ്റ് കണക്ക് എടുത്തേക്കാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ വണ്ടി കൊണ്ട് കത്തിച്ചു വിടും, നമുക്ക് നേരെ ആ ഒരു ബില്യണയറിൻ്റെ വീട്ടിൽ പോവാം. എന്നിട്ട് നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങ് അടിച്ചു പറ്റാം. ഷിൻചാനെ അത് പിന്നെ ഒരു കിടില വണ്ടി എന്നാണ് കേട്ടോ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ കേട്ടാ. അതൊരു സാധാരണ ഒരു കാറല്ല, കുറേ സൂപ്പർ പവേഴ്സൊക്കെ ഉള്ള ഒരു കിടിലം കാറെന്നാണ് നമ്മുടെ കിട്ടിയ ഇൻഫർമേഷനിലുള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, ലെസ്റ്ററാണ് പിന്നെ എനിക്ക് ഇൻഫർമേഷൻ തന്നത് കേട്ടാ. നമുക്ക് ഒരാഴ്ച ഈ വണ്ടി കൊണ്ടുവന്നിട്ട് കൊണ്ട് വിൽക്കാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ അത് ചേട്ടൻ പറഞ്ഞ ശരിയാണ്. നമുക്കപ്പോൾ നേരെയല്ല നമ്മുടെ സ്വിഫ്റ്റും കൊണ്ടുവന്നാലും കത്തിച്ചു വിടാം കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ആ കാണുന്ന ഗ്രേ കളർ വീടല്ലേ? ഷിൻചാനെ നീ പറഞ്ഞ ശരിയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് പോലും നമ്മൾ കറങ്ങി തിരിയാണ് വന്നത്. ഫ്രാങ്ക്ലിൻ ചേട്ടാ അത് കുഴപ്പമില്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ നമ്മൾ ഈ സ്വിഫ്റ്റിൽ കുറേ പെട്രോൾ അടിച്ചിട്ടുണ്ടല്ലോ, അത് കുഴപ്പമില്ല. ഷിൻചാനെ ഷിൻചാൻ ആ ഗ്രേ വീട്ടിൽ കണക്കാണ് കേട്ടോ നമുക്ക് കയറേണ്ടതെന്ന് വെച്ചാൽ. ഫ്രാങ്ക്ലിൻ ചേട്ടാ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഷിൻചാൻ. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ ആ വീട്ടിലെത്തിയേക്കാണ് കേട്ടാ. ഇതാണ് ആ വീടെന്ന് പറയണത്. ഓക്കെ, എന്തായാലും നൈസ് വീടായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മാൻഷനിലാണെങ്കിൽ ആ ഒരു കാറുള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, ആ ഒരു അൾട്ടിമേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാറെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഈ മാൻഷനിൽ എന്തായാലും കയറി പതുക്കെ വണ്ടി അടിച്ചു കേട്ടാ. ഇതെന്തോണ് ഇവിടെ സ്നോ വീണടക്കുകയാണോ? ഇല്ല കേസ്, ഇത് സ്നോ എന്നല്ല കേട്ടോ. ഈ ഒരു വീടിൻ്റെ തറയിലുള്ള നമ്മുടെ ഈ ഒരു നമ്മുടെ ഇൻ്റർലോക്ക് ഇല്ല. ഓക്കെ, അത് ഈ ഒരു വൈറ്റ് കളർ തന്നെയാണ് കേട്ടാ. എൻ്റെ പൊന്നെ ഇത് നൈസ് വീടായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. ഈ വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ നിന്നാണ് നമ്മളെന്തായാലും അന്ന് എന്തായാലും നമ്മുടെ RGB കാർ അടിച്ചു പറ്റിയെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കില്ല ഫസ്റ്റ് നമ്മുടെ സ്വിഫ്റ്റ് ആണെങ്കിലും ഒന്ന് സേഫായിട്ട് നമുക്ക് എന്തായാലും പാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഗ്യാരേജ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് നിറയെ കാർ അടക്കുകയാണ്. ഓക്കെ, നമുക്ക് കാണിച്ചാൽ നമ്മുടെ സ്വിഫ്റ്റില്ല ഇങ്ങോട്ട് സൈഡിലോട്ട് നമുക്ക് ഒതുക്കി പാർക്ക് ചെയ്യാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇറങ്ങി, ഞങ്ങൾ പതുക്കെ ഇറങ്ങിയരാ. ഷിൻചാനെ പിഞ്ചാനെ ഇവിടെ ഗ്യാരേജിൽ കുറേ വണ്ടി കിടപ്പുണ്ട് കേട്ടാ. ഇത് അൾട്ടിമേറ്റ് കാറാണെന്ന് എനിക്കറിയണം, നമുക്ക് എന്തായാലും നോക്കി നോക്കാം കേട്ടാ. ഇത് അൾട്ടിമേറ്റ് കാർ എന്നല്ല. ഓക്കെ, നമ്മുടെ ലെസ്റ്റർ ഇറങ്ങിയ ഒരു സൂപ്പർ കാറിലാണ് അൾട്ടിമേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണമെന്നാണ്. ഓക്കെ, ഇത് അൾട്ടിമേറ്റ് കാറൊന്നുമല്ല കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ അപ്പോൾ ഈ വീടിൻ്റെ അകത്തോ വെളിയിലോ വേറെ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഷിൻചാനെ അത് നീ പറഞ്ഞ ശരിയാണ്. നമുക്കപ്പോൾ അല്ലേ ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ അകത്ത് എന്തായാലും കയറാം. ഈ വീടിൻ്റെ അകത്ത് എന്തായാലും കയറാം. അതിനു മുമ്പ് നമുക്ക് വെളിയിലൊക്കെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാം കേട്ടാ. ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറിയേക്കാം. ഷിൻചാനെ പിഞ്ചാനെ നമുക്ക് വീടിൻ്റെ അകത്ത് കയറാം. ആറാൻ്റെ വീട്ടിൽ വന്നോ? ആറാൻ്റെ വീട്ടിൽ വന്നാ അത് പറയാം. നീ ആറാ എന്നൊന്നും ചെയ്യില്ല, ചെയ്താൽ ഞാൻ ഇപ്പം നിന്നെ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കുന്നതിന് മുമ്പേ നിന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. അയ്യോ എന്നാ കൊല്ലല്ലേ, പോടാ അവിടെ നിന്ന്. അല്ല പിന്നെ ഗൈസ്, നമ്മൾ ഈ വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ഈ വീടിൻ്റെ ഓണറുകളൊക്കെ ഇളവി വന്നു കേട്ടോ. അവ അവിടെ എന്തോ മുറിയിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ. എന്തായാലും ഇല്ല, നമുക്ക് ഈ വീട് ഫുള്ളായിട്ട് സെർച്ച് ചെയ്യാം കേട്ടാ. ഇത് നമ്മൾ നോക്കിയ ഗ്യാരേജാണ് കേട്ടാ. ഇവിടെ എന്തായാലും റൂമുണ്ട് കേട്ടോ, റൂമിലൊക്കെ നോക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ എവിടെയൊക്കെയാണ് കൊണ്ടുവയ്ക്കണേന്ന് ആർക്കും അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഓക്കെ, നമുക്കതുകൊണ്ട് എല്ലായിടത്തും മൊത്തം സെർച്ച് ചെയ്യാം കേട്ടോ. ഇത് ബെഡ്റൂമാണ്. ഓക്കെ, നമുക്കാണ്ട് ഈ ഹോളൊക്കെ മൊത്തം നോക്കാം. എൻ്റെ മോനെ ഗൈസ് ഉണ്ടാ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മറ്റേ RGB കാർ അടിച്ചു മാറ്റിയപ്പോഴും വീടിൻ്റെ അകത്താണ് കൊണ്ടുവച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, ഇപ്പോഴും അകത്ത് തന്നെയാണ് കൊണ്ടുവച്ചതെന്ന് വെച്ചാൽ. ഇതാണ് ഗൈസ് അൾട്ടിമേറ്റ് കാർ എന്നാണ് നമ്മുടെ ലെസ്റ്ററിന് തന്ന ഇൻഫർമേഷനിൽ ഉള്ളതെന്ന് വെച്ചാൽ. ഇത് അൾട്ടിമേറ്റ് കാർ തന്നെ തോന്നണേ ഗൈസ്. ഓക്കെ, ഇത് പിന്നെ പോർഷയാണ് ഗൈസ്. ഓക്കെ, പോർഷയുടെ ഒരു അൾട്ടിമേറ്റ് കാറാണ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ഈ വണ്ടി ഫ്രണ്ടിൽ കൂടെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം കേട്ടോ. ഈ വഴി കൂടെ തന്നെ എടുക്കാം ഗൈസ്. ഓക്കെ, എൻ്റെ പൊന്നെ വണ്ടി ഇളവാതിരുന്നാൽ മതി ഗൈസ്. ഓക്കെ, അൾട്ടിമേറ്റ് കാർ എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ കേട്ടാ. നമുക്കപ്പോൾ എന്തായാലും ഇല്ല ഈ ഒരു വണ്ടി കൊണ്ട് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് നേരെ എന്തായാലും
വെളിയിലോട്ട് ഇറങ്ങാം ഗൈസ്. ഓക്കെ, ഈ വണ്ടിക്ക് അതിന് മാത്രം എന്ത് പവറാണ് ഉള്ളതെന്ന് എനിക്ക് അറിയണം കേട്ടോ. നമുക്ക് എന്തായാലും ഇല്ല, ഈ ഒരു വണ്ടിയുടെ അകത്തൊരു സ്പെഷ്യലായിട്ടൊരു ബുക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ ഒരു ബുക്ക് മൊത്തത്തിൽ എന്തായാലും വായിച്ചെന്തായാലും നോക്കാം. അതിനും വേണ്ടി നമുക്ക് എവിടെയെങ്കിലും സേഫ് പ്ലേസിലോട്ട് പോകാം. ഓക്കെ, മിക്കവാറും പോലീസിനെ വിളിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അവൻ്റെ വീടിൻ്റെ അകത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നാന്ന് നോക്കി, അതെനിക്കറിയണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്തായാലും ഒരു സേഫ് പ്ലേസിൽ പോകാം ഗൈസ്. ഓക്കെ, നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലെല്ലാം ഒളിച്ചിരിക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് ബുക്ക് വായിക്കാം. ബെസ്റ്റ്. വണ്ടിയുടെ ബമ്പറുകളായി പോയി ഗൈസ്, ഗ്ലാസും പൊട്ടി. ഒരു കാര്യം ചെയ്യാം, നമുക്കില്ല ഈ വണ്ടി നൈസായിട്ട് എന്തായാലും ശരിയാക്കാം ഗൈസ്, അല്ലാതെ ഇപ്പോൾ വേറെ നിവർത്തിയില്ല. ഓക്കെ, നമുക്ക് ഈ വണ്ടി ഫുള്ള് ശരിയാക്കി സെറ്റാക്കി എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ഇല്ലേ നമ്മുടെ ഈ ഒരു പോർഷയുടെ നമ്മുടെ ഈ ഒരു അൾട്ടിമേറ്റ് കാറിൻ്റെ ഫുൾ ഫ്യൂച്ചേഴ്സുകളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ബുക്കിൽ എന്തായാലും വായിച്ചതെല്ലാം നോക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിത് അടിച്ചു മാറ്റിയെടുത്ത കാറുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ട് തന്നെയാണ് ഈ ബുക്ക് മൊത്തം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഗൈസ്. ഓക്കെ, ഈ കാറാണെങ്കിൽ നമുക്ക് പല പല സാധനങ്ങളായിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് എന്തായാലും പറ്റും. ഓക്കെ, എക്സാമ്പിൾ ഈ ഒരു കാറിനെ നമുക്ക് എന്തായാലും ഒരു ട്രക്കായിട്ട് കൺവെർട്ട് ചെയ്യുക, ബോട്ടായിട്ട് കൺവെർട്ട് ചെയ്യുക, ഹെലികോപ്റ്ററായിട്ട് കൺവെർട്ട് ചെയ്യുക, അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് കൺവെർട്ട് ചെയ്യുക. ഓക്കെ, ബൈക്കായിട്ട് കൺവെർട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു കിടിലൻ കാറെന്നാണ് പറഞ്ഞു വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് 5ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഒന്നെന്ന് വെച്ചാൽ ബൈക്ക്, രണ്ടാമെന്ന് വെച്ചാൽ ഹെലികോപ്റ്റർ, മൂന്നെന്ന് വെച്ചാൽ ട്രക്ക്, നാലെന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ് ഗൈസ്. ഓക്കെ, എൻ്റെ പേരെന്തൊരു ബോട്ടാണ് ഗൈസ്. ഓക്കെ, പിന്നെ അവസാനമായിട്ട് ഒരു സാധനമായിട്ട് കൂടെ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ നമുക്ക് എന്തായാലും കൺവെർട്ട് ചെയ്യാനായിട്ട് എന്തായാലും പറ്റുന്നതാണ് കേട്ടോ. അതെന്താണ് സംഭവം എന്ന് ഞാൻ എന്തായാലും കാണിച്ചെന്തായാലും തരാം കേട്ടോ. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഈ വണ്ടി ഹെലികോപ്റ്റർ ആക്കാം, 2 ബൈക്ക്, 3 വെച്ചാൽ ബോട്ട്, 4 നമ്മുടെ ട്രക്ക്. ഓക്കെ, പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു രീതിയിലും കൂടെ നമ്മുടെ ഈ ഒരു വണ്ടികളൊക്കെ നമുക്ക് എന്തായാലും കൺവെർട്ടുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു വണ്ടികളൊക്കെ നമുക്ക് എന്തായാലും ഒരു ഫയർ എഞ്ചിനും കൂടെ ആയിട്ട് എന്തായാലും നമുക്ക് കൺവെർട്ടുകളൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റും കേട്ടോ. അതുവരെയാണ് ഈ ഒരു വണ്ടിയുടെ ഫ്യൂച്ചേഴ്സുകളൊക്കെ ഇവരെന്തായാലും കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, ഫയർ എഞ്ചിനായിട്ട് മെയിനായിട്ട് ഈ വണ്ടി കൺവെർട്ട് ചെയ്യും, കാരണം എവിടെയെങ്കിലും നല്ല രീതിക്ക് തീകളൊക്കെ ആളിക്കത്തണേ അണയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 5 രീതിയിൽ ഈ വണ്ടിയെ കൺവെർട്ട് ചെയ്യാനായിട്ട് എന്തായാലും പറ്റുന്നതാണ് ഈ വണ്ടിയിൽ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കി നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്കായിട്ട് നമുക്ക് എന്തായാലും കൺവെർട്ട് ചെയ്ത് എന്തായാലും നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ബൈക്ക് എന്ന് എഴുതിയൊരു ബട്ടൺ ഉണ്ട്, അതിൽ അമർത്തി കഴിഞ്ഞാൽ വണ്ടി മിക്കവാറും ബൈക്കാവുമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ആ ഒരു കാറല്ലേ. ഓക്കെ, നമ്മളെന്തായാലും ബൈക്ക് എന്നുള്ള ബട്ടണുകളൊക്കെ അമർത്തിയ സമയത്ത് നമ്മുടെ ആ ഒരു അൾട്ടിമേറ്റ് കാറുകളൊക്കെ എന്തായാലും ബൈക്കായിട്ട് എന്തായാലും മാറിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഒരു കിടുക്കാച്ച് മഞ്ഞ കളറിലുള്ള ബൈക്കുകളൊക്കെയാണ് കേട്ടോ. ആ കാറ് മഞ്ഞായിട്ടാണ് മഞ്ഞ കളർ വന്നതെന്ന് വെച്ചാൽ. ഓക്കെ, അത് മാത്രമല്ല മഞ്ഞ കളറിലുള്ള ഹെൽമെറ്റും എടുത്തെന്നാലും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതെന്തായാലും കൊള്ളാം കേട്ടോ. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബൈക്കുകളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ കേട്ടോ. നമുക്കപ്പോൾ ആ ഒരു കാറിനെ ബൈക്കായിട്ട് മാറ്റാം കേട്ടോ. ഇനി ഇതിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ട്രക്കാണ് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ബൈക്കിനെ ട്രക്കായിട്ട് എന്തായാലും മാറ്റാം കേട്ടോ. കാറിനെ ബൈക്കാക്കാൻ പറ്റും, ബൈക്കിനെ ട്രക്കാക്കാൻ പറ്റും. അങ്ങനെ കുറേ ഫ്യൂച്ചറുള്ളൊരു കിടിലെ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലെ അൾട്ടിമേറ്റ് കാറാണ് നമ്മൾ അടിച്ചു പറ്റിയെന്ന് വെച്ചാൽ. ഓക്കെ, അടുത്ത് നമുക്ക് ട്രക്കായിട്ട് എന്തായാലും മാറ്റി വെക്കാം. ഓക്കെ, ഇവിടെ എന്തായാലും ട്രക്ക് എന്നുള്ള ബട്ടണുകളൊക്കെ എന്തായാലും കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതെന്തായാലും നൈസായിട്ട് എന്തായാലും പ്രസ് ചെയ്യാം. അപ്പോൾ ഈ വണ്ടികളൊക്കെ ട്രക്കായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഈ ഒരു ട്രക്കുകളൊക്കെ എന്തായാലും ട്രക്കായിട്ട് കൂടെ എന്തായാലും മാറിയേക്കാണ് കേട്ടോ. നമ്മുടെ ആ ഒരു അൾട്ടിമേറ്റ് കാറില്ലേ. ഓക്കെ, ആ ഒരു അൾട്ടിമേറ്റ് കാറുകളൊക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു ട്രക്കായിട്ട് എന്തായാലും മാറിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇതെന്തായാലും കൊള്ളായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വണ്ടി നമുക്ക് പല രീതിയിൽ നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെന്തായാലും കാറിനെ ട്രക്കായിട്ട് എന്തായാലും മാറ്റിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇതിലെന്തായാലും ആകെ എന്തായാലും ഉള്ളതെന്ന് വെച്ചാൽ ബോട്ടും അതേപോലെ തന്നെ നമ്മുടെ ഇതാണ് ഇതൊക്കെ ബോട്ട്, അതേപോലെ തന്നെ നമ്മുടെ ഫയർ എഞ്ചിൻ, പിന്നെ അവിടെ ഹെലികോപ്റ്റർ. ഓക്കെ, ഇത് ഇത്രയും കൂടെ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യം തന്നെ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ ഫയർ എഞ്ചിനായിട്ട് നമുക്ക് എന്തായാലും മാറ്റി വെക്കാം. ഓക്കെ, ഫയർ എഞ്ചിനായിട്ട് എന്തായാലും ഈ ഒരു ട്രക്കിനെകളൊക്കെ എന്തായാലും കൺവെർട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, നമ്മുടെ ഈ ഒരു അൾട്ടിമേറ്റ് കാറിനെ നമുക്ക് എന്തായാലും ഫയർ എഞ്ചിനാക്കി എന്തായാലും മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കാം നമുക്ക് എന്തായാലും നോക്കി വെക്കാം ഗൈസ്. നമ്മുടെ ഫയർ എഞ്ചിനുകളൊക്കെ എന്തായാലും എടുത്ത സമയത്ത് നമ്മുടെ വണ്ടിയുടെ കളറുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഫയർ എഞ്ചിൻ എന്തായാലും എപ്പോഴും എന്തായാലും റെഡാണ് കേട്ടോ. ചിലയിടത്തൊക്കെ പല പല കളറായിട്ടുള്ള ഫയർ എഞ്ചിൻ എന്തായാലും ഉള്ളൂ ഗൈസ്. ഓക്കെ, ഫയർ എഞ്ചിൻ എടുത്ത വണ്ടിയുടെ കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ആ ഒരു കാറില്ല ഗൈസ്, ആ ഒരു കാർ. ഓക്കെ, നമ്മുടെ ആ ഒരു അൾട്ടിമേറ്റഡ് ആയിട്ടുള്ള പോർഷെ നമ്മളെന്തായാലും ഫയർ എഞ്ചിനായിട്ട് എന്തായാലും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നൈസായിട്ടുള്ളൊരു ഫയർ എഞ്ചിനും കൂടെ എന്തായാലും ആണ് ഗൈസ്. ഓക്കെ, നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഫയർ എഞ്ചിനെ നമ്മളെന്തായാലും കാറിൽ നേരെ ഫയർ എഞ്ചിനോട്ട് ആക്കിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കൺവെർട്ട് ചെയ്യാനായിട്ട് എന്തായാലും ഇനി 2 സാധനങ്ങളും കൂടെ എന്തായാലും ഉണ്ട്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബോട്ട്, പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഹെലികോപ്റ്ററാണ് കേട്ടോ.
നമുക്കപ്പോൾ എന്നാൽ ഇതിനെയും കൂടെ എന്നാലും കൺവേർട്ട് ചെയ്ത് എന്തായാലും മാറ്റാം കേസ്. ഓക്കെ, ഇതൊരു കിഡിലെ അൾട്ടിമേറ്റ് കാറാണ് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി കേസ്. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഫൈനലി കേസ് നമ്മുടെ അങ്ങനെ അൾട്ടിമേറ്റ് കാറിനെ നമ്മളങ്ങനെ ഹെലികോപ്റ്റർ ആക്കി മാറ്റിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇതെന്തായാലും നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഹെലികോപ്റ്റർ എന്നുള്ള ബട്ടൺ നമ്മളെന്തായാലും അമർത്തിയ സമയത്ത് എന്തായാലും ഇതെന്തായാലും ഹെലികോപ്റ്ററായി മാറിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇതെന്തായാലും നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ അൾട്ടിമേറ്റ് കാറിനെ നമ്മളങ്ങനെ ഹെലികോപ്റ്ററായി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, താഴെ നമ്മുടെ സിറ്റിയെ കാണാം. ഓക്കെ, ഇനിയിപ്പോൾ ആകെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടാണ് കേട്ടോ. ഓക്കെ, ബോട്ടിൻ്റെ അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ബീച്ച് പറയാൻ എന്തായാലും പോകണം കേസ്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് കാർ നമ്മുടെ ഈ ഹെലികോപ്റ്റർ ആക്കിയത് കൊണ്ട് നമുക്ക് നേരെ എന്തായാലും ബീച്ചിൽ പോകാം കേസ്. എന്നിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഹെലികോപ്റ്റർ നമുക്ക് എന്തായാലും പതുക്കെ എന്തായാലും കേസ് നമ്മുടെ ഏതാണ് ബോട്ടായിട്ട് നമുക്ക് എന്തായാലും കൺവേർട്ട് ചെയ്ത് എന്തായാലും നോക്കട്ടാ. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ എന്തായാലും മിക്കവാറും എന്തായാലും കിടിലനായിട്ട് തന്നെ ബോട്ടായിട്ട് തന്നെ എന്തായാലും വരാനായിട്ടുള്ള ചാൻസുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും കത്തിച്ചെന്തായാലും വിടാം കേട്ടോ. നമ്മളങ്ങനെ ഫൈനൽ അങ്ങനെ ഏകദേശം നമ്മുടെ ബീച്ചിൻ്റെ അടുത്ത് എന്തായാലും ഏകദേശം എത്താറായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കാറിനെ നമ്മളെന്തായാലും ഹെലികോപ്റ്റർ ആക്കിയില്ല. ഇനി നമുക്കെന്തായാലും ഇതിനെ എന്തായാലും നൈസായിട്ട് എന്തായാലും ഇതാക്കാം കേസ്. ഓക്കെ, ബോട്ടാക്കാം കേസ്. ഓക്കെ, ബോട്ടും കൂടെ ഉള്ളൂ കേസ്. ഓക്കെ, ഇനി പിന്നെ വേറെ സ്വിച്ചോ കാര്യങ്ങളൊന്നും തന്നെ എന്തായാലും ഇതിലില്ല കേസ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇല്ല ഇത് നൈസായിട്ട് എന്തായാലും ഇവിടെ എന്തായാലും താഴെ എന്തായാലും നൈസായിട്ട് എന്തായാലും ലാൻഡിങ്ങളൊക്കെ എന്തായാലും ചെയ്യാം കേസ്. എന്നിട്ട് നമുക്ക് നൈസായിട്ട് ഇതിനെ അങ്ങ് എന്തായാലും ഇതാക്കാം കൈസ്. ഓക്കെ, എൻ്റെ പേരെന്തായാലും ബോട്ടാക്കാം കൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ബോട്ടാക്കി നോക്കാം കൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ബോട്ട് എന്നുള്ള ബട്ടണുകളൊക്കെ അമർത്താനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇത് അമർത്തി. ഓക്കെ, അങ്ങനെ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ കാറില്ലേ കാറൊക്കെ കാർ അങ്ങനെ ഫൈനലി എന്തായാലും ബോട്ടും കൂടെ ആയിക്കാണ് കേട്ടോ. ഇനി ഇതിൽ വേറെ സ്വിച്ച് ഒന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഇതുവരെയായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തതും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ വേണ്ടി എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നത് കേട്ടോ. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെറ്റാണ് കേട്ടോ. ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂട്ടുകാരത്തൊക്കെ മാക്സിമം നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് എന്തായാലും കൊടുക്കുക കേസ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും കേസ് നമ്മുടെ ഈ ഒരു അൾട്ടിമേറ്റ് കാറിന് നമുക്ക് എന്തായാലും ബോട്ടാക്കി നമുക്ക് എന്തായാലും ഓടിക്കാം കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ കേസ് നമ്മുടെ ഈ ഒരു കാറിന് നമുക്ക് എന്തൊക്കെയായിട്ട് മാറ്റാം അല്ലേ. എന്തായാലും നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ കാറിനെ നമ്മൾ ഹെലികോപ്റ്ററാക്കി, ഫയർ എഞ്ചിനാക്കി, ബൈക്കാക്കി, അതേപോലെ തന്നെ ഏതാണ് മറ്റേ ബോട്ടാക്കി, വേറൊന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ട്രക്കുമായിട്ട് എന്തായാലും മാറ്റി കേസ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു അൾട്ടിമേറ്റ് കാറിനെ നമുക്ക് എന്തായാലും പഴയതായാലും തിരിച്ചെന്തായാലും കാറാക്കി നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലെന്തായാലും തിരിച്ചെന്തായാലും കൊണ്ടുവന്നാലും ഇടാം കേസ്. ഓക്കെ, ഇതിനപ്പോൾ വിറ്റാൽ നല്ല പൈസ കിട്ടും കേസ്. ഓക്കെ, എടാ ഷിൻചാനെ പിഞ്ചാനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രാങ്ക്ലി ചേട്ടാ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വല്ലപ്പോഴും ഓടിക്കാൻ തരണേ. ഒരാഴ്ച ഈ ഒരു വണ്ടി നമ്മളവിടെ വീട്ടിൽ കാണും കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ ഈ വണ്ടി നൈസായിട്ട് അങ്ങ് വിറ്റോളെ. ഫ്രാങ്ക്ലി ചേട്ടാ അങ്ങനെ മതി ഫ്രാങ്ക്ലി ചേട്ടാ. ഷിൻചാനെ പിഞ്ചാനെ